കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വവുമായി ഭാഗത്തു നിന്നും ഡൽഹിയിലുണ്ടായ നടപടികളെല്ലാം തന്നെ പ്രവചനാതീതവും പതിവുകളിൽ നിന്ന് വ്യത്യസ്തവുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ കാര്യത്തിലും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയായ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. അദ്ദേഹം എത്തുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കം മുൻ PCC അധ്യക്ഷന്മാരെ അടക്കം വിളിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ വന്ന അവർ പങ്കുവച്ച ആശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പങ്കുവച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഈ ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായുള്ള ആശയവിനിമയവും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചകളിൽ എന്നാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളോട് ഒരു പേരിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങൾ, കേരളത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ വലിയ തോതിലുള്ള പ്രതിഷേധം, ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് അടക്കമുള്ളവ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഉടൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുക എന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തീരുമാനിച്ചിരുന്ന ഒരു യോഗമാണ് മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 5:30 നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടക്കാനിരുന്ന യോഗം അപ്രതീക്ഷിതമായി അവസാന ഘട്ടത്തിൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. മല്ലികാർജ്ജുൻ ഖാർഗെ വൈകിട്ടോടെ തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്ക് മറ്റ് ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതോടൊപ്പമുള്ള മറ്റ് സാഹചര്യങ്ങൾ കൂടി, കൂടിക്കാഴ്ചകൾ കൂടി ബാക്കി നിന്ന ഒരു പശ്ചാത്തലത്തിലാണ് യോഗം ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നത്തെ പ്രഖ്യാപനം അത് ഈ കൂടിക്കാഴ്ച, ഒപ്പം തന്നെ സോണിയാഗാന്ധിയുമായുള്ള ആശയവിനിമയം, അതിനുശേഷം ഏത് തരത്തിലായിരിക്കും പ്രഖ്യാപനം എന്നത് മായി ബന്ധപ്പെട്ട് ഇപ്പോഴും നേതൃത്വം യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പങ്കുവയ്ക്കുന്നില്ല. നേരത്തെ തന്നെ മറ്റ് നേതാക്കൾ, ഈ പരിഗണനയിലുള്ള 3 നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ